നമസ്കാരം. മലയാളിയുടെ വർത്തമാനകാലത്തിന്റെ വർത്തമാനം കേരള സമ്മിറ്റ് വീണ്ടും. പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. അരി വാങ്ങാൻ കാശില്ലെങ്കിലും വിദ്യാഭ്യാസത്തിനായി അക്ഷരം വാങ്ങാൻ സ്കൂൾ ഫീസ് അടയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വിഷമിക്കുന്നവനാണ് മലയാളി. അതുകൊണ്ട് തന്നെയാണ് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് അവനെ വേറിട്ടവനാക്കുന്നതും മാതൃകാ വിദ്യാഭ്യാസത്തിന്റെ മികച്ച സംസ്ഥാനങ്ങളിലൊന്നായി കേരളം കണക്കാക്കപ്പെടുന്നത്. എന്നാൽ വിദ്യാഭ്യാസവും പ്രത്യേകിച്ച് +2 വിദ്യാഭ്യാസം കാലങ്ങളായി രാഷ്ട്രീയ വിവാദങ്ങളുടെ ചുഴികളിലാണ്. പ്രീ ഡിഗ്രി വേർപെടുത്തുന്ന കാലം മുതൽ, +2 അനുവദിച്ച കാലം മുതൽ അഴിമതി ആരോപണങ്ങളുടെയും വർഗീയതയുടെയും നിറം പിടിപ്പിച്ച കഥകൾ +2വിന് പിന്നാലെയുണ്ട്. ഈ കഥകളുടെ ഒട്ടുപിന്നാലെയാണ് ഇവിടെ വീണ്ടും കൂടുതൽ ബാച്ചുകളും സ്കൂളുകളും അനുവദിക്കുന്നത് സംബന്ധിച്ചുള്ള മറ്റൊരു വിവാദവും ഉണ്ടാവുന്നത്. വീക്ഷണം അവരുടെ വാദഗതിയുമായി എത്തുന്നു. മറുപടിയുമായി ചന്ദ്രികയും. +2 വീക്ഷണത്തിലെയും ചന്ദ്രക്കലകൾക്കുമപ്പുറം വിവാദങ്ങളുടെ പ്രസക്തി എന്തെന്ന് കേരള സമ്മിറ്റ് അന്വേഷിക്കുന്നു. +2 ഭൂമിശാസ്ത്രവും രാഷ്ട്രീയവും. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഇവരാണ്: കേരള എയ്ഡഡ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ ട്രഷറർ ശ്രീ AK അബ്ദുൽ ഹക്കീം, കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് അംഗവും KPCC എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമായ അഡ്വക്കേറ്റ് PM നിയാഷ്, SIO സംസ്ഥാന പ്രസിഡന്റ് ശ്രീ S ഇർഷാദ്, കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ AK ഉണ്ണികൃഷ്ണൻ, MSF സംസ്ഥാന പ്രസിഡന്റ് ശ്രീ TP അഷ്റഫ് അലി, ഒപ്പം വിവിധ സ്കൂളുകളിൽ എത്തിയിരിക്കുന്ന വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും അധ്യാപകരും. ശ്രീ നിയാഷ്, നമ്മുടെ ചർച്ച തുടങ്ങുകയാണ്. ആദ്യ ഭാഗം ഈ ഏറ്റവും ഒടുവിൽ എത്തി നിൽക്കുന്ന വീക്ഷണം ചന്ദ്രിക വിവാദത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. വീക്ഷണത്തിലെ പ്രധാനപ്പെട്ട തലക്കെട്ട് തന്നെ EGN തൊഴുത്ത് വൃത്തിയാക്കിയേ പറ്റൂ എന്നാണ്. വളരെ മനോഹരമായ ഒരു തലക്കെട്ടാണ്. ഒപ്പം തന്നെ KPCC ആ തലക്കെട്ടിനെയും അതിനെ തുടർന്നുള്ള എഡിറ്റോറിയലും നിരാകരിച്ചുകൊണ്ട് പത്രക്കുറിപ്പും ഇറക്കി. EGN തൊഴുത്താണോ ഇപ്പോൾ നമ്മുടെ +2 വിദ്യാഭ്യാസ മേഖല? നമ്പർ 1. ആദ്യമായി നമുക്ക് പറയാനുള്ളത്, വീക്ഷണം എന്ന് പറയുന്നത് KPCCയുടെ മുഖപത്രമാണ്. പക്ഷേ വീക്ഷണത്തിലെ ലേഖനങ്ങളും എഡിറ്റോറിയലും അത് വീക്ഷണത്തിൻ്റെ പത്രാധിപ സമിതിയുടെ അഭിപ്രായങ്ങളാണ്. അതിന് നല്ലതും ചീത്തയും അത് ആ നിലയ്ക്ക് തന്നെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം, വിദ്യാഭ്യാസം സംബന്ധിച്ചിടത്തോളം അത് പൂർണ്ണമായും അത് തകർന്ന് തരിപ്പണമായി കിടക്കുന്നു എന്ന അഭിപ്രായം കോൺഗ്രസിനില്ല. എന്നാൽ ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രയാസങ്ങൾ, വിദ്യാർത്ഥികൾക്കുണ്ടായിരിക്കുന്ന അലോട്ട്മെൻറ്റ് കാര്യത്തിലുണ്ടായിരിക്കുന്ന പ്രയാസങ്ങളെല്ലാം വളരെ ഗൗരവത്തോടു കൂടിയാണ് കോൺഗ്രസ് കാണുന്നത്. ഇത് കുറേ കൂടി നേരത്തെ ആകാമായിരുന്നു, കുറേ കൂടി ഭംഗിയായി നിർവഹിക്കാമായിരുന്നു എന്ന അഭിപ്രായം കോൺഗ്രസിനുണ്ട്. റൈറ്റ്. മാത്രമല്ല, അതിൽ കൃത്യമായ ചില കണക്കുകൾ വീക്ഷണത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഏകദേശം 64,252 +1 സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നു. ധനം ഏകദേശം ഇതിനു വേണ്ടി ചിലവാകേണ്ടി വരുന്നത് 800 കോടി രൂപയായിരിക്കും. സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങൾ കോടതിയെ ധരിപ്പിക്കാൻ ഗവൺമെന്റിന് കഴിയാതെ പോയി, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ വകുപ്പിന് കഴിയാതെ പോയി എന്നൊരു ആരോപണം കൂടി വീക്ഷണം ഉന്നയിക്കുന്നു. 2 കാര്യമുണ്ട്. കഴിഞ്ഞ തവണ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് 10 സീറ്റുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അത് പ്രശ്നം പരിഹരിക്കുകയാണെന്നുള്ള ഉണ്ടായിരുന്നു. പക്ഷേ ലബ്ബ കമ്മീഷൻ റിപ്പോർട്ടിൽ ആ ഒരു നിലപാട് ശരിയല്ല എന്ന് പറയുകയും, പക്ഷെ അതിന് പകരം ഒരു സംവിധാനം, വിദ്യാർത്ഥികളുടെ മൊത്തം കാര്യങ്ങളെക്കുറിച്ച് പകരം സംവിധാനത്തെക്കുറിച്ച് വിദ്യാഭ്യാസ വകുപ്പ് വളരെ ഭംഗിയായി നേരത്തെ തന്നെ ആലോചിച്ച് തീരുമാനിക്കുന്നതിന് പകരം അവിടെ കാണിച്ച ഒരു ശ്രദ്ധക്കുറവ്, അല്ല വേണ്ടത്ര രീതിയിലുള്ള ശുഷ്കാന്തി അവിടെ കാണിച്ചില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഞങ്ങൾ അവിടെ മറച്ചു വെക്കുന്നില്ല. കഴിഞ്ഞ തവണ നമ്മൾ കോളേജ്, പുതിയ സ്കൂളുകളും ബാച്ചുകളും തുടങ്ങണമെന്ന് തീരുമാനിച്ചു. പക്ഷേ അത് നമ്മൾ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി ആലോചിച്ച് മാറ്റിവെച്ചു. ഇത്തവണയും അത് പൂർണ്ണമായി മാറ്റിവെക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. പ്രത്യേകിച്ച് മലബാറിനെ പോലെയുള്ള സാഹചര്യങ്ങളിൽ കുറച്ചുകൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള അഭിപ്രായമുണ്ട്. പക്ഷേ അത് വേണ്ടത്ര മുന്നൊരുക്കങ്ങൾ നടത്തുന്ന കാര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന്. ശ്രീ TP അഷ്റഫ് അലി, ദീർഘവീക്ഷണമില്ലാത്തതും പരസ്പര ബന്ധമില്ലാത്തതുമായ പല നടപടികളും കാരണം വിദ്യാഭ്യാസ വകുപ്പ് ആകെ കുത്തഴിഞ്ഞിരിക്കുകയാണ്. ഇത് വന്നിരിക്കുന്നത് വീക്ഷണം പത്രത്തിൽ നിന്നാണ്. വീക്ഷണം പത്രത്തെക്കുറിച്ച് ചന്ദ്രിക ഇന്നെഴുതിയ മുഖപ്രസംഗത്തിൻ്റെ തുടക്കം തന്നെ ഈ വിവാദത്തിൻ്റെ ഉള്ളിലിരിപ്പ് മറ്റെന്തോ ആണ് എന്നുള്ളതാണ്. ഞങ്ങൾ മനസ്സിലാക്കുന്നത് മന്ത്രിസഭയിൽ തന്നെ ആകപ്പാടെ +2 വിദ്യാഭ്യാസം സംബന്ധിച്ചുള്ള അഭിപ്രായ തർക്കം രൂക്ഷമാവുകയാണ്. ശരിയാണോ? കേരളത്തിലെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കേവലം ഒരു മുസ്ലിം ലീഗിൻ്റെ മാത്രം ഉത്തരവാദിത്തമായി ചിത്രീകരിക്കരുത്. ഈ സർക്കാരിന് അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ നൽകിയൊരു മാൻഡേറ്റ് ഉണ്ട്. ആ മാൻഡേറ്റിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് വിദ്യാഭ്യാസ രംഗത്തെ അപര്യാപ്തതകൾ പരിഹരിക്കുക എന്നുള്ളത്. ആ മാൻഡേറ്റ് നൽകിയിട്ടില്ലെങ്കിൽ പോലും
ഒരു സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി അവരുടെ അജണ്ടയിൽ വരേണ്ടത് വിദ്യാഭ്യാസം തന്നെയാണ്. വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കുക, അവർക്ക് സുഗമമായ യാത്രാ സൗകര്യങ്ങൾ ഒരുക്കുക തുടങ്ങിയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിൽ സർക്കാർ ജാഗ്രത പുലർത്തണം. എന്നാൽ അതിനു പകരമായി മറ്റു പല നക്ഷത്ര പദ്ധതികളും നമ്മുടെ അജണ്ടകളായി വരികയും നമ്മുടെ അജണ്ടയിൽ നിന്നും വിദ്യാഭ്യാസം മാറുകയും സർക്കാർ ഫണ്ട് നൽകുന്നതിൽ പോലും വിദ്യാഭ്യാസത്തെ മാറ്റി നിർത്തുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധിയുടെ ബാക്കി പത്രമാണ് ഇപ്പോഴുണ്ടായിട്ടുള്ള എല്ലാ പ്രതിസന്ധികളും. എന്തുകൊണ്ട് സർക്കാർ വിദ്യാഭ്യാസ മേഖലയിൽ മൂലധനം നിക്ഷേപിക്കുന്നതിൽ നിന്നും പിന്മാറിക്കൊണ്ടിരിക്കുന്നു? എന്തുകൊണ്ട് സ്വയാശ്രയ വിദ്യാഭ്യാസത്തെയും അൺഎയ്ഡഡ് വിദ്യാഭ്യാസത്തെയും നമ്മൾ വല്ലാണ്ട് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു? അഷ്റഫ് അലി, ഇതൊക്കെ നമുക്ക് പറയുന്ന കാലങ്ങളായി നമ്മൾ കേൾക്കുന്ന വാദങ്ങൾ തന്നെയാണ്. വളരെ സ്പെസിഫിക് ആയ ഒരു ചോദ്യം. അഷ്റഫ് അലി, എന്തുകൊണ്ടാണ് കോടതിയിൽ നിങ്ങൾ പുതുതായി സ്കൂളുകൾ അനുവദിക്കേണ്ടതില്ല എന്ന് മന്ത്രിസഭാ തീരുമാനം തിരുത്തി പറയേണ്ടി വന്നത്? എന്തായിരുന്നു ആ തീരുമാനത്തിൻ്റെ പ്രസക്തി? നമ്മൾ അതിലേക്ക് പോകുന്നതിന് മുമ്പായി നേരത്തെ പറഞ്ഞതുപോലെയുള്ള ചില കാര്യങ്ങൾ കൂടി പറയേണ്ടതുണ്ട്. കോടതിയിൽ ഈ വിഷയം പോകുന്നതിന് മുമ്പേ തന്നെ സർക്കാരിന് ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണയോട് കൂടി തിരുത്തേണ്ടതുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ വർഷം 89,000 വിദ്യാർത്ഥികളാണ് ഓപ്പൺ സ്കൂളിൽ പ്രവേശനത്തിന് വേണ്ടി ഓപ്പൺ സ്കൂളിൽ സമീപിച്ചിട്ടുള്ളത്. ആ 89,000-ഓളം വിദ്യാർത്ഥികളിൽ നിന്നും ലബ കമ്മീഷൻ ശുപാർശ പ്രകാരം 20% സീറ്റ് വെട്ടിക്കുറച്ച് ഒരു ക്ലാസ്സിൽ 50 കുട്ടികൾ എന്ന ഒരു സ്ഥിതി വരുമ്പോൾ അത് വർദ്ധിക്കുമെന്നും ആനുപാതികമായി +1 അവസരം വേണമെന്നുള്ള ദീർഘവീക്ഷണത്തോടു കൂടി ഈ കൂടുതൽ ബാച്ചുകളും സ്കൂളുകളും അതുപോലെ തന്നെ അപ്ഗ്രഡേഷനും എല്ലാം നൽകാൻ തയ്യാറാവേണ്ടിയിരുന്നു. അവിടെയാണ് വിവാദങ്ങളുടെ ഇപ്പോൾ എത്തി നിൽക്കുന്ന വിവാദങ്ങളുടെ തുടക്കമുണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് +2 സീറ്റുകൾ അനുവദിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ +1 പുതിയ കോഴ്സുകൾ അനുവദിക്കുന്ന സമയത്ത് കേരളത്തിൽ മന്ത്രിസഭയ്ക്ക് പ്രത്യേകം ഉപസമിതി ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് അവിടെ മാത്രം ജാതീയമായ വേർതിരിവുകൾ ഉണ്ടാകുന്നത്? അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ കൃത്യമായും വിദ്യാഭ്യാസ വകുപ്പിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു പാർട്ടി എന്ന രൂപത്തിലല്ല, എല്ലാവരും അതിൽ സമന്മാരാണ് എന്നാണ് ഞങ്ങളുടെ പക്ഷം. കോൺഗ്രസിനാണെങ്കിലും CPM-നാണെങ്കിലും കേരള കോൺഗ്രസിനാണെങ്കിലും ഒക്കെ ഇതിൽ കൃത്യമായ അജണ്ടകളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മുസ്ലിം ലീഗിൻ്റെ മാത്രം ഒരു ഉത്തരവാദിത്തമായി കേരളത്തിലെ വിദ്യാഭ്യാസത്തെ കാണരുത്. വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നുണ്ട് എന്ന് കരുതി അതിനെ മാറ്റി നിർത്തപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. കേരളത്തിലെ വിദ്യാർത്ഥികളുടെ പ്രശ്നമാണ്. ഒരു സർക്കാർ ഒന്നാകെ എടുക്കേണ്ട തീരുമാനത്തെ ആണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇർഷാദ്, കോൺഗ്രസിന്റെ ഉപസമിതി അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു വിഭാഗത്തിലുള്ള ആളുകളുടെ നിലപാട് ഒരു വശത്ത്, മന്ത്രിസഭയിൽ മുസ്ലിം ലീഗ് എടുക്കുന്ന നിലപാടുകൾക്ക് പിന്തുണ നൽകുകയോ നൽകാതിരിക്കുകയോ ചെയ്യുന്ന മറ്റു ചില മന്ത്രിമാർ മറുവശത്ത്, KPCC-യിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ടാവുന്നു, വീക്ഷണം ഇങ്ങനെ മുഖപത്രം എഴുതുന്നു. +2 സംബന്ധിച്ചുള്ള ഈ രാഷ്ട്രീയ വിവാദം എന്തായിരിക്കാം? അതിൽ 1-2 കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമതായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, കേരളത്തിൽ +2 സ്കൂളുകളുമായി ബന്ധപ്പെട്ട പഠന സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിഷയം കേരളത്തിൻ്റെ മുഖ്യധാരയിലേക്ക് അത് ചർച്ചയ്ക്ക് വരുന്നത് തന്നെ ഏതാണ്ട് 2007 മുതൽ ആ വിഷയം കേരളത്തിൽ ഉന്നയിക്കപ്പെടുന്നത് തന്നെ മലബാറിൽ വിദ്യാഭ്യാസത്തിന് പിന്നോക്കാവസ്ഥയുണ്ട്, ഹയർ എഡ്യൂക്കേഷൻ അല്ല ഹയർ സ്റ്റഡീസിന് വേണ്ടി SSLCക്ക് ശേഷമുള്ള പഠനത്തിന് മതിയായ സൗകര്യങ്ങളില്ല എന്ന ഒരു ഇവിടുത്തെ ജനവിഭാഗങ്ങളുടെയും സംഘടനകളുടെയും ശക്തമായ ആവശ്യത്തെ തുടർന്നാണ് കേരള സമൂഹത്തിൽ അത്തരമൊരു ഡിബേറ്റ് വന്നത്. അതിൻ്റെ കാരണം ഒരുപക്ഷെ ഇവിടെ മുമ്പ് വിദ്യാഭ്യാസപരമായി താരതമ്യേന പിന്നോക്കമായിട്ടുണ്ടാകാം, അവർ കൂടുതലായി വിദ്യാഭ്യാസ രംഗത്തിന് ശ്രമിക്കുന്നുണ്ടാകും. അതുപോലെ തന്നെ 2000 മുതൽ കേരളത്തിൽ +2 വ്യാപകമായ ഘട്ടത്തിൽ 1998 മുതൽ +2 സ്കൂളുകൾ ആരംഭിച്ച ഘട്ടത്തിൽ അനുവദിച്ചതിൻ്റെ കാര്യത്തിൽ കുറവുകൾ സംഭവിച്ചിട്ടുണ്ടാകും. അത്തരമുള്ള അപര്യാപ്തതകൾ, ഒന്ന് ആവശ്യം ഡിമാൻഡ് കൂടുന്നു, സപ്ലൈ കുറയുന്ന ഒരു പ്രശ്നമുണ്ട്, അതിനുന്നയിക്കുന്നു. നേരത്തെ തന്നെ അനുവദിച്ചതിലുള്ള ഒരുപക്ഷെ വിവേചനപരമായ സമീപനം കൊണ്ട് പിന്നോക്കാവസ്ഥയായി പോകുന്നു. ഈ പിന്നോക്കാവസ്ഥ പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് യഥാർത്ഥത്തിൽ കാലങ്ങളായി ഈ പ്രശ്നം ഉന്നയിക്കുന്നത്. ഇവിടെ വരുമ്പോൾ ഗവൺമെൻറ് അതിനെ എടുക്കുന്നത്, ഇവിടെ നിന്ന് LDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇവിടെ ഏതാണ്ട് 500 ബാച്ചുകൾ അനുവദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ MA ബേബിയുടെ കാലത്ത് 500 ബാച്ചുകൾ അനുവദിച്ചിട്ടുണ്ട്. ഈ ഗവൺമെൻറ് ബാച്ചുകൾ അനുവദിച്ചിട്ടുണ്ട്. LDF ഗവൺമെൻറ് ബാച്ചുകൾ അനുവദിക്കുമ്പോൾ ഇവിടെ വിവാദങ്ങൾ ഉണ്ടാവുന്നില്ല. UDF ഗവൺമെൻറ്, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ അതിനെ സാമുദായികമായി, മലബാർ എന്ന് പറഞ്ഞാൽ തന്നെ അതിനെ സാമുദായികമായി ചിത്രീകരിക്കുവാനും വർഗീയമായി ചിത്രീകരിക്കുവാനുമുള്ള ഒരു ശ്രമം നടക്കുന്നു. അതിൻ്റെ പേരിലാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ സാമുദായികമായ വിഭജനങ്ങളുടെ സൃഷ്ടിക്കുവാനുള്ള ഗൂഢശ്രമങ്ങൾ UDF-ൻ്റെ അകത്തുണ്ട്, അവിടെ മന്ത്രിസഭയ്ക്കകത്തുണ്ട്. അത്തരം ശ്രമങ്ങളാണ് യഥാർത്ഥത്തിൽ +2 സ്കൂൾ വിവാദം. ശ്രീ ഉണ്ണികൃഷ്ണൻ, അങ്ങ് ആലോചിച്ച് നോക്കൂ, കേരളത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന കൂടുതൽ ആളുകളും വന്നിരിക്കുന്നത് മലബാർ മേഖലയിൽ നിന്നാണ്. എന്നാൽ അതേസമയം തന്നെ മലബാർ മേഖലയിലെ വിദ്യാഭ്യാസത്തിന് പര്യാപ്തമായ ഒരു പ്രോത്സാഹനം മന്ത്രിസഭയിൽ നിന്ന് കിട്ടുന്നില്ല. ഇത് കൊണ്ട് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇവിടെ മലബാർ മേഖലയോട് ഒരു അവഗണന ഉണ്ട് എന്നുള്ള പൊതുവായ അഭിപ്രായമില്ല. നേരെ മറിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്രമായൊരു കാഴ്ചപ്പാടില്ലാതെ സ്വീകരിക്കുന്ന നടപടിക്രമങ്ങളുടെ ഭാഗമാണ്. ഇപ്പോൾ മലബാറിൻ്റെ അവഗണനയെക്കുറിച്ച്, മലബാറിൽ കുട്ടികൾക്ക് പഠിക്കാൻ ആവശ്യമായ സീറ്റില്ല എന്ന് പറയുന്ന ആളുകൾ തന്നെ ഇപ്പോൾ പുതിയ സ്കൂളുകൾ അനുവദിക്കാൻ പോകുന്നത് അധികവും തെക്കൻ മേഖലയിലാണ്.
അപ്പോൾ മലബാറിൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുന്നവർ അത് പ്രായോഗിക തലത്തിൽ വരുമ്പോൾ അത് കാണിക്കുന്നില്ല. അതിൻ്റെ പശ്ചാത്തലം മറ്റു പല കാര്യങ്ങളുമാണ് എന്ന് സൂചിപ്പിക്കേണ്ടത്. ഇപ്പോൾ +2 തലത്തിൽ, ഈ ഹയർ സെക്കൻഡറി തലത്തിൽ +2 സീറ്റ് വിവാദം മാത്രമല്ല, ഇപ്പോൾ ടൈം ടേബിൾ പരിഷ്കരണം ഒരു വിവാദമായി മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ പാഠപുസ്തക ലഭ്യത വിവാദമായി തീർന്നിട്ടുണ്ട്. ഇവിടെ KPCC ഉന്നതനായ നേതാവായുള്ള AC ജോസ് പറഞ്ഞിട്ടുള്ളത് യഥാർത്ഥത്തിൽ വസ്തുതാപരമായി ശരിയാണ്. അടുത്ത് കിടക്കുന്ന ആൾക്കാർ രാപ്പനി അറിയുള്ളതാണ്. ഒരു EGN തൊഴുത്തായി മാറുന്നു. ആ EGN തൊഴുത്തായി മാറുന്നത് ശുദ്ധീകരിക്കേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ സമഗ്രമായൊരു കാഴ്ചപ്പാട്, അതേതെങ്കിലും പ്രാദേശികമായൊരു നിലപാട് എടുക്കണം എന്നല്ല, ഒരു സമഗ്രമായ കാഴ്ചപ്പാട് വേണം. അത് +2 സ്കൂൾ അനുവദിക്കുന്ന കാര്യത്തിൽ, ബാച്ചുകൾ അനുവദിക്കുന്ന കാര്യത്തിൽ, ടൈം ടേബിൾ ക്രമീകരണ കാര്യത്തിൽ, പാഠപുസ്തകങ്ങൾ ലഭ്യമാക്കുന്ന കാര്യത്തിൽ, ഇങ്ങനെ സമഗ്രമായ കാഴ്ചപ്പാടിൻ്റെ ഒരഭാവം ഈ മേഖലയിൽ സ്വീകരിക്കപ്പെടുന്നു എന്നുള്ള ഒരു അഭിപ്രായമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. മലബാറിന്റെ മന്ത്രിക്ക് മലബാറിന്റെ വിദ്യാഭ്യാസ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടാൻ കഴിയാതെ പോകുന്നത് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ മന്ത്രിസഭയിലെ സ്വാധീന കുറവുകൊണ്ടാണോ, അതല്ല അതൊരു കാഷ്വൽ നെഗ്ലിജൻസ് എന്ന് വിളിക്കാവുന്ന ഒരു സംഭവമാണോ? ഇന്ന് നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിലോ അല്ലെങ്കിൽ നാളെ നടക്കാൻ പോകുന്ന മന്ത്രിസഭാ യോഗത്തിലോ ആവശ്യത്തിലധികം +2 ബാച്ചുകളും സ്കൂളുകളും മലബാർ മേഖലയിൽ കൂടി അനുവദിച്ച് കഴിഞ്ഞിരിക്കും എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അതിനുള്ളൊരു പശ്ചാത്തലം ഒരുക്കുന്നതിന് വേണ്ടി വിപുലമായും വ്യാപകമായും നടക്കാൻ പോകുന്ന ഒരു വിദ്യാഭ്യാസ കച്ചവടത്തിനുള്ള പശ്ചാത്തലമൊരുക്കാൻ UDF-നകത്തുള്ള രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും ചേർന്ന് നടത്തിയ ഒരു രാഷ്ട്രീയ ഗെയിമാണ് ഇന്നലെ നടന്ന തെക്കൻ മേഖലയിലെ സ്കൂൾ അനുവദിക്കില്ലെന്നാണ് എനിക്ക് ആദ്യമായി പറയാം. +2 സ്കൂൾ ബാച്ച് കോഴ്സുകൾ അനുവദിക്കുന്നത് ഒരു അസംബന്ധ നാടകമാണെങ്കിൽ, അതിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെങ്കിൽ, വൻ അഴിമതിയുടെ കഥയുണ്ടെങ്കിൽ അതെന്തായിരിക്കും എന്നന്വേഷിക്കുന്നു കേരള സമിറ്റ് ഈ ഭാഗത്ത്. ശ്രീ അഷറഫ് അലി, ഈ സ്കൂളിൻ്റെ അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ്, ആദ്യത്തെ സ്കൂളിൻ്റെ അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് വന്നപ്പോൾ 134 സ്കൂളുകളുടെ അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് വന്നപ്പോൾ കണക്കുകൾ ശരിയാണെങ്കിൽ, തെറ്റുണ്ടെങ്കിൽ അങ്ങേക്ക് തിരുത്താം, പത്തനംതിട്ടയിൽ അനുവദിച്ചിരിക്കുന്നത് 17 സ്കൂളുകളാണ്. പത്തനംതിട്ടയിൽ ലഭ്യമാകേണ്ട സ്കൂളുകളുടെ എണ്ണം 0 എന്ന് ഞങ്ങളുടെ കണക്കുകൾ പറയുന്നു. കാരണം അപേക്ഷിച്ചിരിക്കുന്നവരുടെ എണ്ണം നിലവിലുള്ള സീറ്റുകളുടെ എണ്ണത്തേക്കാൾ കുറവാണ്. എന്നിട്ടും പത്തനംതിട്ടയിൽ 17 സ്കൂളുകൾ അനുവദിക്കേണ്ട ആവശ്യകത എന്ത്? നമ്പർ 1. നമ്പർ 2, അതേസമയം മലബാറിൽ ലഭ്യമാകേണ്ട സീറ്റുകളുടെ എണ്ണം, +1 പ്രവേശനത്തിന് അപേക്ഷിച്ചവരുടെ എണ്ണം കണക്കാക്കിയാൽ അത് 74,992 ആണ്. ഏകദേശം അവസരം നഷ്ടപ്പെടുന്നവർ മലപ്പുറം ജില്ലയിൽ മാത്രം 16,784. കേരളത്തിലെ ഏറ്റവും അധികം ഒരു ജില്ലയിൽ വിദ്യാർത്ഥികൾക്ക് സീറ്റുകൾ കുറവാകുന്നത് മലപ്പുറം ജില്ലയിലാണ്. 16,000-ലധികം സീറ്റുകൾ. അവിടെ അനുവദിച്ച ആദ്യത്തെ അലോട്ട്മെൻറ്റിൽ അനുവദിച്ചിരിക്കുന്ന സ്കൂൾ 2 ആണ്. എന്തു രാഷ്ട്രീയമാണിത്? ഇറ്റ്സ് എ ക്ലിയർ എക്സാമ്പിൾ ഓഫ് കറപ്ഷൻ. ഈ ഒരു കണക്കുകൾ കാണിക്കുന്നത് ഒരു വിഭാഗം രാഷ്ട്രീയക്കാരുടെയും ഭരണത്തിലിരിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെയും ജുഡീഷ്യറിയുടെയും അതുപോലെ തന്നെ ചില അധ്യാപക നേതാക്കന്മാരുടെയും കൂട്ടായ ഒരു ഗൂഢാലോചനയുടെ ബാക്കി പത്രമായിട്ടാണ് കേരള ഹൈക്കോടതിയുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് 2013 നോട്ടിഫിക്കേഷൻ പ്രകാരം തന്നെ +1 സീറ്റുകളും സ്കൂളുകളും അനുവദിക്കണമെന്ന് നിർബന്ധ ബുദ്ധിയോടുകൂടി കേരളത്തിലെ ഗവൺമെൻറ്റിന് ഒരു വിധിയിലൂടെ പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 148 പഞ്ചായത്തുകളിൽ ഹയർ സെക്കൻഡറി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് പ്രകാരം നോട്ടിഫിക്കേഷൻ ഇറക്കി അപ്ഗ്രഡേഷൻ ബാച്ചുകൾ ഇറക്കി കഴിഞ്ഞ് വന്നതിന് ശേഷമുള്ള മന്ത്രിസഭാ ഉപസമിതിയും UDF-ഉമാണ് ഈ വിഷയത്തെക്കുറിച്ച് ഗൗരവമായി ചർച്ച ചെയ്തുകൊണ്ട് ആ വിഷയം സ്റ്റോപ്പ് ചെയ്യുന്നത്. അതിനുശേഷമാണ് പുതിയ നോട്ടിഫിക്കേഷൻ ഇറക്കുന്നത്. സ്കൂളുകളില്ല, പകരം ബാച്ചുകളാണ് നൽകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട്. അത് ഈ ഒരു വലിയ ഡെസ്പാരിറ്റി മനസ്സിലാക്കിയതിനു ശേഷമാണ്. അവിടെ ഒരിക്കലും തന്നെ ഈ അനുവദിക്കുന്നതിൽ അഴിമതി ഉണ്ടെന്ന് പറയാൻ കഴിയില്ല. ഇങ്ങനെയുള്ള ഈ ഒരു ഗൂഢാലോചന മനസ്സിലാക്കി അതുപ്രകാരം പത്തനംതിട്ടയിൽ അപേക്ഷകരില്ലാഞ്ഞിട്ടും 17 സ്കൂളുകൾ അനുവദിക്കേണ്ടി വരുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് UDF കൂടി ചേർന്നുകൊണ്ട് മന്ത്രിസഭാ ഉപസമിതിയും മുഖ്യമന്ത്രിയും എല്ലാം ചേർന്നുകൊണ്ട് ആ നോട്ടിഫിക്കേഷൻ UDF ക്യാബിനറ്റ് ക്യാൻസൽ ചെയ്യുകയും രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ ഇറക്കുകയും ചെയ്യുന്നത്. പക്ഷേ പിന്നീട് എന്താണ് സംഭവിച്ചത്? തെക്കൻ മേഖലയിലെ ആ മാനേജ്മെൻറ്റുകൾ സമർത്ഥമായി ജുഡീഷ്യറിയുടെ പിന്നാലെ പോയി. കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ അവർ പെരുപ്പിച്ച കണക്കുകൾ കാണിച്ചു. അൺഎയ്ഡഡ് മേഖലയിൽ ഒഴിവുള്ള കണക്കുകൾ കാണിച്ചുകൊണ്ട്, പെരുപ്പിച്ച കണക്കുകൾ കാണിച്ചുകൊണ്ട് ചില അധ്യാപക സംഘടനാ നേതാക്കന്മാരുടെ ഒത്താശയോടുകൂടി അവർ കോടതിയെ സമീപിക്കുകയും കോടതിയിൽ കേസ് വരുന്ന അന്ന് പത്രത്തിൽ ഫ്രണ്ട് പേജിൽ വാർത്ത വരുന്നു.